ഹരി ഓം. കൽക്കിരൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും NSK ബ്രഹ്മഗീത പാഠത്തിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷീലായ്യപ്പൻ. ഇന്ന് നമ്മൾ ബ്രഹ്മഗീതയുടെ 9ാമത്തെ പാഠം പഠിക്കാൻ പോവുകയാണ്. ഈ പാഠത്തിന്റെ പേര് മഹാദൈവം അഥവാ സുപ്രീം ദൈവം എന്നാണ്. ഇന്ന് നമ്മൾ ഈ പാഠത്തിൽ കൂടി 5 കൂട്ടം കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പോയിന്റ് ദ്രവ്യവും ദൈവവും, രണ്ടാമത്തെ ദ്രവ്യത്തിന്റെയും ദൈവത്തിന്റെയും സൃഷ്ടിയും ഘടനയും, മൂന്നാമത്തേത് സൃഷ്ടാവ്, നാലാമത്തേത് മഹാദൈവം, അഞ്ചാമത്തെ മഹാദൈവത്തിന്റെ പേര്. നമുക്ക് ഒന്നാമത്തെ പോയിന്റ് എടുക്കാം, ദ്രവ്യവും ദൈവവും. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ദൈവത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും വിശദമായി കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചു. എന്നാലും നമുക്കത് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ദ്രവ്യം എന്ന് പറയുന്നത് ജീവനില്ലാത്ത വസ്തുക്കളാണ്, അതായത് പഞ്ചഭൂതങ്ങൾ. പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി എന്നിവയാണ്. ഇവയ്ക്ക് ജീവനില്ല, അതുകൊണ്ട് ഇവയെ നാം ദ്രവ്യം എന്ന് വിളിക്കുന്നു. അടുത്തത് ദൈവം. ദൈവം എന്ന് പറഞ്ഞാൽ ജീവനുള്ള വസ്തുക്കളാണ്, അതായത് സസ്യങ്ങളും ജന്തുക്കളും ചേർന്ന വസ്തുക്കളാണ് ദൈവങ്ങൾ അഥവാ ദൈവം എന്ന് അറിയപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ദ്രവ്യത്തിന്റെയും ദൈവത്തിന്റെയും സൃഷ്ടിയും ഘടനയും. ദ്രവ്യം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. ദ്രവ്യത്തെ ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്ന ആറ്റങ്ങൾ കൊണ്ടാണ്. ആറ്റങ്ങൾ ചേർന്ന് തന്മാത്രകൾ ഉണ്ടാകുന്നു. ദ്രവ്യം 3 അവസ്ഥയിൽ കാണപ്പെടുന്നുണ്ട്: ഖരം, ദ്രവം, വാതകം. ഇനി ദ്രവ്യത്തിന്റെ ഘടന നമുക്ക് നോക്കാം. ദ്രവ്യത്തിന്റെ ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മമാണ്, നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ആ ഒരു ആറ്റത്തെ നമ്മൾ എടുത്ത് മൈക്രോസ്കോപ്പിൽ വെച്ച് പരിശോധിച്ചാൽ അതിനകത്ത് നമുക്ക് 3 തരം കണങ്ങൾ കാണാവുന്നതാണ്: പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളും ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളും ന്യൂട്രോൺ ചാർജ് ഇല്ലാത്ത കണങ്ങളുമാകുന്നു. കൂടാതെ ഈ ഈ ആറ്റത്തിന്റെ സെന്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് പ്രോട്ടോണും ന്യൂട്രോണും സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ദൈവം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നതെന്ന് നോക്കാം. ദൈവം എന്ന് പറഞ്ഞാൽ ജീവനുള്ള വസ്തുക്കൾ. അത് സൃഷ്ടിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഭഗവാൻ ജീവനുള്ള വസ്തുക്കളെ സൃഷ്ടിക്കുന്ന കോശങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. കോശങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാകുന്നു, ടിഷ്യൂസ് ഉണ്ടാകുന്നു, ടിഷ്യൂസ് ഒക്കെ ചേർന്ന പേശികൾ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഓരോ ജീവശരീരവും ഭഗവാൻ സൃഷ്ടിക്കുന്നത്. ദൈവവും 3 രീതിയിൽ കാണപ്പെടുന്നു, അതായത് ജീവനുള്ള വസ്തുക്കൾക്ക് 3 അവസ്ഥകളുണ്ട്. അത് ജനനം, ജീവിതം, മരണം എന്നിവയാണ്. നമുക്ക് കോശങ്ങളുടെ ഘടനയെ പറ്റി അല്പം പഠിക്കാം. നമ്മൾ ഒരു കോശം എടുക്കുക, നമ്മുടേതോ ഒരു മറ്റേതെങ്കിലും ജന്തുവിന്റെയോ പാമ്പിന്റെയോ പഴുതാരയുടെയോ പട്ടിയുടെയോ പൂച്ചയുടെയോ അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിന്റെയോ പക്ഷിയുടെയോ ഏതെങ്കിലും ഒരു ജീവനുള്ളവയുടെ കോശം എടുത്ത് നമുക്ക് മൈക്രോസ്കോപ്പിന്റെ ഉള്ളിൽ വെച്ച് അല്ലെ അതിനിൽ വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല ഘടകങ്ങളും കാണാൻ സാധിക്കുന്നതാണ്. ഇവയിലെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരേ ഘടകങ്ങൾ തന്നെയാണ്. പ്രധാനമായിട്ടും കോശത്തിന്റെ ഘടന എന്ന് പറയുന്നത് എല്ലാ കോശം തന്നെ മൈന്യൂട്ടാണ്, മൈക്രോസ്കോപ്പിക്കാണ്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. ആറ്റം പോലെ തന്നെ അതും മൈക്രോസ്കോപ്പിക്കാണ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കൂടെ മാത്രമേ നമുക്ക് ആറ്റത്തെയും കോശത്തെയും കുറിച്ചൊക്കെ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഏതൊരു കോശം എടുത്ത് നോക്കിയാൽ, ഏതൊരു ജന്തുവിന്റെ അല്ലെ ഏതൊരു ദൈവത്തിന്റെ കോശം എടുത്ത് പരിശോധിച്ചാലും ആ കോശത്തിന് പുറത്തൊരു കവറിങ് ഉണ്ടാകും, ഒരു ആവരണം ഉണ്ട്. ഇതിനെ നമ്മൾ കോശസ്തരം എന്ന് പറയും. ഇതിന്റെ സെന്ററിലായിട്ട്, മുട്ടയുടെ സെന്ററിൽ മഞ്ഞക്കരു ഉള്ളതുപോലെ എല്ലാ കോശത്തിന്റെ സെന്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസ് ആണ് ഒരു കോശത്തിന് ആവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ന്യൂക്ലിയസ് കൂടാതെ ഒരു കോശത്തിന്റെ ഉള്ളിൽ ഉള്ള ഘടകങ്ങളാണ് പ്രോട്ടോപ്ലാസം, സൈറ്റോപ്ലാസം, മൈറ്റോകോൺട്രിയ, ഗോൾഗി ബോഡീസ്, വാക്യൂൾസ്, റൈബോസോം, ലൈസോസോം എന്നിവ. ഇതെല്ലാം നമുക്ക് മൈക്രോസ്കോപ്പിൽ കൂടെ കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ മൈക്രോസ്കോപ്പിൽ കൂടെ കാണാത്ത 3 കണങ്ങൾ ഇതിലുമുണ്ട്. ആറ്റത്തില് പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോൺ ഉള്ളതുപോലെ ഓരോ ജീവകോശത്തിലും 3 തരം ജീവകണങ്ങളുണ്ട്. അവയെ നമ്മൾ വിഷ്ണുഗണം, ബ്രഹ്മഗണം, ശിവഗണം എന്ന് പറയുന്നു. വിഷ്ണുഗണം എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ബ്രഹ്മഗണം എന്ന് പറയുന്നത് ന്യൂട്രലാണ്, അതിന് ചാർജ് ഇല്ല. ശിവഗണം എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ഉള്ളതാണ്. ഈ കണങ്ങൾ അനുസരിച്ചാണ് ഒരു മനുഷ്യന്റെ സ്വഭാവം നിർണ്ണയിക്കപ്പെടുന്നത്. അതിന് DNA എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. സത്യത്തിൽ ഈ ആത്മീയ കണങ്ങളാണ് ഒരു മനുഷ്യൻ നല്ലവനായിട്ടും മോശമായിട്ടും ഒക്കെ പെരുമാറുന്നതിന് കാരണം. ഒരാളില് വിഷ്ണുഗണങ്ങളാണ് കൂടുതലായിട്ട് പ്രൊമിനന്റ് ചെയ്യുന്നതെങ്കിൽ ആളുടെ സ്വഭാവം വളരെ പോസിറ്റീവ് ആയിരിക്കും, നന്മയുള്ള വ്യക്തിയായിരിക്കും. ആരോട് വഴക്കിനൊന്നും പോകാതെ സ്വന്തം കാര്യം നോക്കി മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത്
വളരെ ശാന്തമായി സ്നേഹത്തോടൊക്കെ ജീവിക്കുന്ന വ്യക്തിയായിരിക്കും. ശിവ കണങ്ങൾ ആണ് കൂടുതൽ നമ്മളെ നയിക്കുന്നതെങ്കിൽ ആ വ്യക്തി അക്രമ സ്വഭാവമുള്ള ആളായിരിക്കും. പിന്നെ നെഗറ്റീവ് സ്വഭാവങ്ങളിലേക്ക്, ആസുരീയ ഗുണങ്ങളിലേക്ക് പോകുന്ന ആളായിരിക്കും. പിന്നെ ബ്രഹ്മഗണങ്ങളാണ് ഒരാളെ പ്രോമിനന്റ് ചെയ്യുന്നതെങ്കിൽ അല്ല, അതിന്റെ എന്താ പറയുക, അതിന്റെ ഒരു പ്രഭാവമാണ് ഒരു വ്യക്തിയിൽ കൂടുതലെങ്കിൽ ആ ആളൊരു മതേതര സ്വഭാവമുള്ള, ഒന്നിനോടും കൂടുതൽ പ്രതിപത്തിയില്ലാതെ അത്യാവശ്യം സ്വന്തം കാര്യങ്ങൾ നോക്കി മറ്റുള്ളവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു ഒതുങ്ങിക്കൂടുന്ന ഒരു സ്വഭാവ പ്രകൃതിയുള്ള ആളായിരിക്കും. അപ്പം കോശത്തിലും 3 കണങ്ങളുണ്ട്. ജീവഗണങ്ങള്, വിഷ്ണുഗണം, ബ്രഹ്മഗണം, ശിവഗണം. അതുപോലെ ആറ്റത്തിലും 3 കണങ്ങളുണ്ട്. പ്രോട്ടോണ്, ഇലക്ട്രോണ്, ന്യൂട്രോണ്. 2 ന്യൂക്ലിയസും ഉണ്ട്. അപ്പൊ ഇതാണ് ദ്രവ്യത്തിന്റെയും ദൈവത്തിന്റെയും ഘടന. അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, അതായത് ദ്രവ്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആറ്റം കൊണ്ടും ദൈവം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടുമാണ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സൃഷ്ടാവ് എന്നാണ്. സൃഷ്ടാവ് എന്താണെന്നാണ്. സൃഷ്ടാവ് എന്ന് പറയുന്നത് നമുക്കറിയാം സൃഷ്ടിക്കുന്നവനാണെന്ന്. ദ്രവ്യവും ദൈവവും ചേരുമ്പോൾ പ്രപഞ്ചം പൂർണ്ണമാകും. ദ്രവ്യം പ്ലസ് ദൈവം ഈസ് ഈക്വൽ ടു പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് പരിപാലിക്കുന്നതാരോ ആ ഒരു ശക്തിയാണ്. ആ ഒരു വ്യക്തിയെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ഒരു ശക്തിയാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അഥവാ പ്രപഞ്ചത്തിന്റെ പിതാവ്. നമ്മൾ ജഗത്പിതാവ് എന്നൊക്കെ പറയാറുണ്ട്. നമുക്കറിയാം ഏതൊരു വസ്തുവിനും ഒരു സൃഷ്ടാവുണ്ട്. ഒരു മുട്ടുസൂചി സൃഷ്ടിക്കണമെങ്കിൽ അതിന്റെ സൃഷ്ടാവ് വേണം. ഒരു മുട്ടുസൂചി തൊട്ട് എയ്റോപ്ലെയിൻ വരെ നമ്മുടെ മുന്നിൽ കാണപ്പെടുന്ന ഓരോ വസ്തുക്കളും നമ്മൾ കയ്യിലെടുത്തിട്ട് അതിനെല്ലാം ഒരു സൃഷ്ടാവുണ്ട്. ആരെങ്കിലുമൊക്കെ സൃഷ്ടിച്ചതായിരിക്കും ഓരോ വസ്തുക്കളും. എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ, ഇതിലെ സകല ജീവജാലങ്ങൾ സൃഷ്ടിച്ചത് ആരായിരിക്കും? അപ്പൊ അതിനൊരു സൃഷ്ടാവുണ്ട്. അപ്പൊ എല്ലാത്തിന്റെ മുകളിലാണ് ആ സൃഷ്ടാവിന്റെ സ്ഥാനം. അപ്പൊ എന്നെയും നിങ്ങളെയും സർവ്വചരാചരങ്ങളെയും സമസ്ത ഭൂതങ്ങളെയും ഉൾപ്പെട്ട ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആരാണോ അതാണ് നമ്മുടെ സൃഷ്ടാവ്. അത് ഒന്നു മാത്രമേ ഉള്ളൂ. സൃഷ്ടാവ് എന്ന് പറയുന്നത് ഏകനാണ്. അതാണ് 3ാമത്തെ പോയിന്റ്. ഇനി 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മഹാദൈവം എന്നാണ്. മഹാദൈവം, നമ്മൾ ദൈവങ്ങളെ കുറിച്ച് പഠിച്ചു. ഇനി എന്താണ് മഹാദൈവം എന്ന് നോക്കാം. ഇവിടെ നമുക്കൊരു ഉദാഹരണം എടുക്കാം. എല്ലാ കോടതിക്ക് മുകളിൽ ഒരു സുപ്രീം കോടതി ഉണ്ട്. എല്ലാ മന്ത്രിമാർക്ക് മുകളിൽ ഒന്നിലൊരു മുഖ്യമന്ത്രി കാണും, അല്ലെങ്കിൽ ഇവർക്കെല്ലാം മുകളിൽ ഒരു പ്രധാനമന്ത്രി ഉണ്ടാവും. പ്രധാനമന്ത്രിക്ക് മുകളിലൊരു രാഷ്ട്രപതി ഉണ്ടാവും. എല്ലാ അധ്യാപകർക്കും മുകളിൽ ഒരു പ്രധാന അധ്യാപകൻ ഉണ്ടാവും, ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ടാവാം, ഒരു പ്രിൻസിപ്പൽ ഉണ്ടാവും. അതുപോലെ എല്ലാ നടന്മാരും, ഒരുപാട് നടന്മാരുണ്ടെങ്കിലും അതിലൊരു ഏറ്റവും ഉയർന്ന ഒരു നടനുണ്ടാകുമ്പോൾ സൂപ്പർ സ്റ്റാറോ മെഗാ സ്റ്റാർ എന്നൊക്കെ നമ്മൾ അവരെ വിളിക്കും. അപ്പൊ എല്ലാത്തിനും മുകളിൽ മറ്റൊരു വ്യക്തിയോ ഒരു ശക്തിയോ തീർച്ചയായും ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാ ദൈവങ്ങളുടെയും മുകളിലാണ് മഹാദൈവം ഇരിക്കുന്നത്, അല്ലെങ്കിൽ സുപ്രീം ദൈവം ഇരിക്കുന്നത്. എല്ലാ ദൈവത്തിന്റെ മുകളിലാണ്. അല്ലെങ്കിൽ എല്ലാ ദൈവങ്ങളെയും സൃഷ്ടിച്ച ആളാണ് സുപ്രീം ദൈവം അല്ലെങ്കിൽ മഹാദൈവം. ഇനി അടുത്ത പോയിന്റ്, മഹാദൈവത്തിന്റെ പേര്. ഇവിടെയാണ് പ്രശ്നങ്ങളുള്ളത്. മഹാദൈവം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയരത്തിലുള്ള സകലതിനെ സൃഷ്ടിച്ച മഹാശക്തിയാണ് മഹാദൈവം എന്ന് പറയുന്നത്. ആ മഹാദൈവത്തിനെ ഞാൻ വിളിക്കുന്ന പേര് നാരായണൻ എന്നാണ്. ഈ പ്രപഞ്ചം ഉണ്ടായ കാലം തൊട്ട്, മനുഷ്യനുണ്ടായ കാലം തൊട്ട് നാരായണൻ എവിടെയുണ്ട്, നാരായണനെ കുറിച്ച് പറയാറുണ്ട്. നാരായണൻ എന്ന പേരാണ് കലിയുഗത്തിന്റെ ദ്വാപരയുഗത്തിന്റെ അവസാനം വരെ നാരായണൻ എന്ന പേരാണ് ലോകം അല്ലെങ്കിൽ മനുഷ്യരെ വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെങ്കിൽ ഈ കലിയുഗം തുടങ്ങിയപ്പോൾ മതങ്ങളുണ്ടായി. മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ച് പല പല പേരുകൾ കൊടുത്തു. അപ്പം ശരിക്കും പറഞ്ഞാല് മഹാദൈവത്തിന് പല പ്രധാനമായിട്ടും മനുഷ്യർ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് പരാശക്തി എന്ന് പറയും, പരബ്രഹ്മം എന്ന് പറയും, പരമ്പൊരുളെന്ന് പറയും, പരമാത്മാവെന്ന് പറയും, ഓങ്കാരം. ഇങ്ങനെ പല പേരുകളാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. എന്നോട് പറയാം, പരാശക്തി, പരബ്രഹ്മം, പരമാത്മാവ്, പരമ്പൊരുള്, ഓങ്കാരം. ഇതൊക്കെയാണ് ഭഗവാന്റെ യഥാർത്ഥ പേരുകൾ. എന്നാൽ ഇതിലെല്ലാം ഭഗവാന് ചേർന്ന പേര് നാരായണൻ തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നാരത്തിൽ നിന്നാണ്, അതായത് ജലത്തിൽ നിന്നാണ് സകല ചരാചരങ്ങളും, ജീവനുള്ളവയും ജീവനില്ലാത്തവയും എല്ലാം ജനിക്കുവാൻ, ഗ്രഹങ്ങൾ പോലും ജനിച്ചിരിക്കുന്നത് ജലത്തിൽ നിന്നാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇന്ന് ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ ആളുകൾ പോവുക, അവിടുത്തെ മണ്ണ് ആളുകൾ ചൊവ്വയിൽ പോയില്ലെന്ന് തോന്നുന്നു, അല്ല ഈ ഗ്രഹങ്ങളിലൊക്കെ പോവുക, അല്ലെങ്കിൽ അവിടുന്ന് റോബോട്ടുകളൊക്കെ ഈ മണ്ണുകളൊക്കെ കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പരിശോധിച്ചതെല്ലാം ജലത്തിന്റെ അംശം കാണുന്നുണ്ട്. എല്ലാം ജലം ഉണ്ടായിരുന്നതായിട്ട് ഇവര് തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാല്, ഈ പ്രപഞ്ചം ഉണ്ടായ സമയത്ത് പ്രപഞ്ചം മുഴുവൻ ജലമായിരുന്നു. ആ ജലത്തിൽ നിന്ന് ഓരോരോ വസ്തുക്കള്
സൃഷ്ടിക്കപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ സൃഷ്ടിച്ചതാണ് ഈ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും സൂര്യനും. പക്ഷെ പിന്നീട് ജലം ബാഷ്പീകരിച്ചു പോവുകയും ജലത്തിന്റെ ആ ഒരു എന്താ പറയുന്നത് അതിന്റെ ഒരു ലെവല് കുറഞ്ഞ് താഴേക്ക് വരികയും അങ്ങനെ താണു വന്നു. അപ്പൊ ഈ മറ്റു ഗ്രഹങ്ങളെല്ലാം അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആകാശത്ത് ആയി, അതായത് സ്പേസിലായി. അപ്പൊ ജലത്തിൽ കിടന്നത് കൊണ്ടാണ് അവയിൽ ആ ജലാംശമുള്ളത്. അല്ലാതെ അവിടെയെങ്ങും മനുഷ്യനൊന്നും താമസിച്ചിട്ടില്ല. ഇനി മനുഷ്യൻ താമസിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അത് ഈ സത്യയുഗത്തിലാണ്, അതായത് സൃഷ്ടിയുടെ ആരംഭത്തില്. അപ്പൊ അങ്ങനെ ഓരോ ജീവനുള്ളവയും ജീവനില്ലാത്തവയും എല്ലാം ജലത്തിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത്. അപ്പൊ ജലത്തിന്റെ മറ്റൊരു പേരാണ് നാരം. നാരത്തിൽ നിന്നാണ് എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പൊ നാരത്തിൽ ഇരിക്കുന്ന ശക്തി ഏതാണോ അതാണ് നാരായണൻ എന്ന് പറയുന്നത്. ഇന്നും നാരത്തിൽ നിന്നാണ് എല്ലാ ശക്തികളും ഉത്ഭവിക്കുന്നത്. നമ്മൾ നോക്കിക്കേ, ഈ കാറ്റ്, കൊടുങ്കാറ്റ്, സുനാമി, ഭൂകമ്പം, പിന്നെ ന്യൂനമർദ്ദം, പിന്നെ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ, മഴ പെയ്യുന്നതും എല്ലാം, മഴ സൃഷ്ടിക്കുന്നതും എല്ലാം, പിന്നെ അതുപോലെ ഈ പെട്രോള്, ഡീസൽ, ഇതെല്ലാം ജലത്തിൽ നിന്നാണ് കിട്ടുന്ന എല്ലാ ശക്തിയുടെ ഉറവിടം ജലമാണ്. സമുദ്രത്തിൽ നിന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പം ജലത്തിലാണ് ഭഗവാന്റെ ശക്തി കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഭൂമി പോലും ജലത്തിലല്ലോ കിടക്കുന്നത്. ഭൂമിയുടെ 75% ജലമാണ്. അപ്പൊ ഭൂമി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ജലത്തിൽ നിന്നാണെന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല. അപ്പൊ എല്ലാത്തിന്റെയും പിന്നിലുള്ള സൃഷ്ടാവ് എന്ന് പറയുന്നത് നാരായണൻ തന്നെയാണ്. മഹാദേവൻ എന്ന് പറയുന്നത് നാരായണൻ തന്നെയാണ്. നാരായണനെ മനുഷ്യൻ പല പേരുകൾ ആരാധിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ദ്വാപരയുഗത്തിന്റെ അവസാനം വരെ നാരായണൻ എന്നുള്ള പേര്, ജഗത്പിതാവ് എന്ന് പറയുന്ന പേര് നാരായണൻ എന്നായിരുന്നു. അതിനുശേഷം മതങ്ങളൊക്കെ ലോകത്തുണ്ടായി. മതങ്ങൾ പല പല പേരുകൾ കൊടുത്തു. പിന്നെ യഹോവയായി, മിശികയായി, പിന്നെ 1400 വർഷമായിട്ട് അള്ളാഹു എന്നൊരു പേര് ഭഗവാന് വന്നു. അങ്ങനെ പല പല പേരുകളില് ഭഗവാനെ ലോകം ആരാധിക്കുന്നു. ആരെ എവിടെ ആരാധിച്ചാലും ഭഗവാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. സൃഷ്ടാവ് ഒന്ന് മാത്രം നാരായണൻ തന്നെയാണ്. പക്ഷെ ഭഗവാൻ പല രൂപത്തിലും പല ഭാവത്തിലുമാണ് ഇരിക്കുന്നത്. എല്ലാ നദികളും, എല്ലാ ഉറവുകളും, എല്ലാ എന്താ പറയുന്ന അരുവികളും ചേർന്ന് നദികളുണ്ടാവുകയും ഈ നദികളെല്ലാം ചെന്ന് ഒരേ സമുദ്രത്തിൽ ചേരുകയും ചെയ്യുന്ന ഒന്നാകുന്നത് പോലെ സകല ചരാചരങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് ഭഗവാനിൽ നിന്നാണ്. ഇവയെല്ലാം മരിച്ചതിന് ശേഷം എത്തിച്ചേരുന്നത് ഭഗവാനിലാണ്. അപ്പം നാരായണൻ എന്ന് തന്നെയാണ് മഹാദൈവത്തിന്റെ പേര്. അപ്പൊ എല്ലാ ദൈവങ്ങളുടെ മേളിലുള്ള സൃഷ്ടാവായിരിക്കുന്നത് ഭഗവാൻ നാരായണൻ തന്നെയാണ്. നന്ദി, നമസ്കാരം.